അനു അനു കണ്ണ് തുറക്കാനു. എന്താ പറ്റിയേ? അനുവിന് എന്താ പറ്റിയേ? അനു കണ്ണ് തുറക്കാനു. അനു 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 കണ്ണ് തുറക്ക്. അനു 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 കണ്ണ് തുറക്ക്. അനു കണ്ണ് തുറക്കാനു. അനു 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 കണ്ണ് തുറക്ക. അനു 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 കണ്ണ് തുറക്കാനു. അനു എണീറ്റേ. എന്താ പറ്റിയേ? അനു അനു എഴുന്നേക്ക്. അനു അനു നിനക്ക് എന്താ പറ്റിയത്? നീ എങ്ങനെ പൂളി വീണേ? അനു നിന്നെ എല്ലാം തള്ളിയിട്ടതാണോ? ഞാൻ ജീവനോടുണ്ടോ? നിങ്ങളൊക്കെ കണ്ടപ്പോഴാ ഞാൻ ജീവനോട് ഉള്ളതായിട്ട് തോന്നുന്നു. നീ എങ്ങനെയാ പൂളില് വീണത്? ഇങ്ങനെ വീണെന്ന് എനിക്കറിയില്ല. പിന്നാലെ വന്ന് ആരും എന്നെ തട്ടിയിട്ട് വീണതാണോന്ന് ഒന്നും അറിയില്ല. എന്നിട്ട് എന്റെ ദേഹത്തെന്തോ വലിയൊരു ഭാരം തോന്നി. ആരും എന്നെ ബലമായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ. എന്നിട്ട് അയാളിത് എങ്ങോട്ടാ പോയത്? നമ്മുടെ ആരവല്ലേ ഇവിടെ രക്ഷിച്ചത്? ചിലപ്പോ ദേഹത്തെ തട്ടിയിട്ടിട്ട് അയാള് പേടിച്ച് ഓടിപ്പോയി കാണും. ഇതിനൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. ആര്? നീയാണോ എന്നെ രക്ഷിച്ചത്? അനു, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അന്ന് നീ എന്റെ ജീവിതം കാത്തു. ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതിനൊക്കെയുള്ള കടപ്പാട് ഞാൻ എങ്ങനെ തീർക്കും? താങ്ക് യു. തനിക്കറിയാതെ തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇവളാകെ നനഞ്ഞിരിക്ക. നമുക്ക് ഇവളെ റൂമിലേക്ക് കൊണ്ടുപോവാ. അനു വാ, എഴുന്നേക്ക്. വാ പതുക്കെ. അനു എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ആരവ്, നീ ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ എന്താ കണ്ടത്? അനു വെള്ളത്തിൽ കിടന്ന് നീന്താൻ അറിയാതെ മുങ്ങിത്താഴ്ന്നാ കണ്ടത്. എങ്ങനെ പൂളില് വീണെന്ന് എനിക്കും അറിയില്ല. ഒരാള് ദേഹത്ത് മുട്ടിന്നല്ലേ ഇവള് പറഞ്ഞത്. അപ്പൊ ഇവള് തള്ളിയിട്ടത് ആരാ? അനു നീ എന്തെങ്കിലും ഒന്ന് പറ. ആരാ നിന്നെ തള്ളിയിട്ടത്? നീ ഓക്കെ ആണോ? ഓക്കെയാണ്. എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല. അമ്മ അറിയിക്കണ്ടേ? വേണ്ട, അറിയിച്ചിട്ട് എന്ത് കാര്യം? കുറെ വഴക്ക് കേൾക്കാം, വേറൊന്നും ഉണ്ടാവില്ല. നിന്റെ അമ്മ ഇവിടെ ഉള്ളപ്പോഴല്ലേ ഇങ്ങനൊരു സംഭവം നടന്നത്? എന്നിട്ട് ഞങ്ങളാരും നിന്റെ അമ്മയുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ലേ? ഇവളുടെ അമ്മയെ സമാധാനത്തിൽ നമുക്ക് അറിയിക്കാം. എന്താ നടന്നതെന്ന് നീ പറ. ആരോ വന്നു. ആരെങ്കിലും വന്നാ എന്താ ചെയ്യണം നിനക്കറിയത്തില്ലേ? പോയി വിളിക്കടാ. ഞാൻ പോയി നോക്കാം. എന്താടി നിനക്ക് സംഭവിച്ചത്? നീ എങ്ങനെയാ വെള്ളത്തിൽ വീണത്? നിങ്ങളെല്ലാവരും കൂടി നീന്തൽ അറിയാത്ത ഇവളെ തമാശയ്ക്ക് പൂളിലേക്ക് തള്ളിയിട്ടതാണോ? അമ്മേ, അമ്മ ഇപ്പൊ വന്നത് എന്റെ കാര്യം അറിയാനാണോ അതോ എന്റെ കൂട്ടുകാരെ കുറ്റപ്പെടുത്താനോ? എന്താടി അങ്ങനെ സംഭവിച്ചൂടെ? ഊർമിളെ, ഇവൾക്ക് നീന്തൽ അറിയില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാലോ. അതറിഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ അങ്ങനെ ചെയ്യുവോ? ഇവളെ ഞങ്ങളാരും തള്ളിയിട്ടൊന്നുമല്ല. വെള്ളത്തിൽ വീണ് ഇവളെ രക്ഷിച്ചതാ ഞങ്ങള്. ഇവൾ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. സ്വിമ്മിംഗ് പൂളിന്റെ കരയിൽ വെച്ച് അവിടെ വന്ന ആരൊരാള് ഇവള് ദേഹത്ത് മുട്ടി. അങ്ങനെ ഇവള് പൂളി വീണ. അയാൾ ഇവളെ രക്ഷിക്കാതെ കടന്നു കളഞ്ഞു.
ആരാ ഇവിടെ കുളത്തിൽ തള്ളിയിട്ടത്? ആളെ നിങ്ങൾക്ക് അറിയില്ല, അറിയോ? അറിയെങ്കിൽ പറയണം. അവനങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. വെള്ളത്തിൽ വീണ ഇവളെ നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവളിപ്പോ ജീവനോട് ഉണ്ടാവുമായിരുന്നു. ഇയാൾക്ക് അനുവിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് ആത്മാർത്ഥതയോ? നാടകാഭിനയം കൊള്ളാലോ. അനുവിനെ വെള്ളത്തിൽ തള്ളിയിട്ടവനെ വെറുതെ വിടാൻ പാടില്ല. ഓർമ്മളെ, സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തുള്ള ക്യാമറകൾ ചെക്ക് ചെയ്യാൻ പറയണം. ആളാരാണെന്ന് അറിയണമല്ലോ. അനു, നിന്നെ വെള്ളത്തിൽ തള്ളിയിട്ടത് ആരാണെന്ന് നിനക്കറിയാലോ. എതിരെ വന്നയാളെ ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ആളുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതിവിടെ ഒരു സംസാര വിഷയമാക്കണ്ട. അങ്ങനെ പറയല്ലേ മോളെ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഈ ഹോട്ടലിന്റെ മാനേജ്മെന്റ് അല്ലേ സമാധാനം പറയേണ്ടത്. ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തൊരു ആത്മാർത്ഥത. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ടമ്മേ, അമ്മ പൊയ്ക്കോ. ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഇവിടെ നിങ്ങൾക്കൊപ്പം ആണല്ലോ എപ്പോഴും. ആ സ്ഥിതിക്ക് ഇവളുടെ ജീവന്റെ സുരക്ഷ കൂടി നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കെയർലെസ് ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിപ്പോ ആർക്കും ആരെയും കുറ്റപ്പെടുത്താനും കഴിയില്ലല്ലോ. അമ്മ പ്ലീസ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ദയവായിട്ടൊന്ന് പോ. ഞാനിവിടെ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താന്ന് എനിക്കറിയാടി. നിനക്ക് നിന്റെ കൂട്ടുകാർക്കിടയിലേക്ക് ഞങ്ങൾ കയറി വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അമ്മ, നന്ദ വാ പോവാം. മോളെ, ഊർമിള അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. മോളത് കാര്യമാക്കണ്ട. നിങ്ങൾ ഇവളെ രക്ഷിച്ചല്ലോ, നല്ല കാര്യം.